ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാം. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി നാം മാറിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹമാകും എന്നുള്ളതിന് സംശയമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14 മുതൽ ഉള്ള വചനങ്ങൾ. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലാക്കരുത് എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്കുകളാണ്. വാസ്തവത്തിൽ ദൈവാലയം പ്രാർത്ഥനയുടെ ആലയമാണ്. മനസ്സും ഹൃദയവും തകർന്ന ഒരു വ്യക്തി ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ കഴിയേണ്ടുന്ന ഒരിടമാണ്. അത് സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തെ യെരുശലേം ദേവാലയത്തിൻ്റെ അവസ്ഥ നമുക്ക് ഈ വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. അത് ഒരു വാണിഭശാല പോലെ മനുഷ്യൻ ആക്കിക്കളഞ്ഞു. അതിനെതിരെയുള്ള കർത്താവിൻ്റെ കോപം ആകുന്നു നമ്മളിവിടെ കണ്ടത്. ദൈവാലയത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് ഇന്നത്തെ വചനം. കർത്താവായ യേശു ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും കണ്ടപ്പോൾ അതൊരാരാധനാലയമല്ല, മറിച്ച് ഒരു വിപണിയായിട്ട് മാറിയത് യേശുവിൻ്റെ കോപത്തെ ജ്വലിപ്പിച്ചു. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്നുള്ള അവിടുത്തെ വാക്കുകൾ ഇന്നും ശക്തമായിട്ട് മുഴങ്ങുന്നു. ഇന്നത്തെ ദൈവാലയങ്ങളുടെ പോക്ക് കാണുമ്പോൾ, അവസ്ഥ കാണുമ്പോൾ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് ചിന്തിക്കുന്നു. ആരാധനയ്ക്കും ആത്മീക നവീകരണത്തിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആലയങ്ങൾ പലപ്പോഴും ലൗകികതയുടെ കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയതയുടെ കേന്ദ്രങ്ങളാകാതെ സാമ്പത്തിക ഇടപാടുകളുടെ കേന്ദ്രങ്ങളായി, ലോകത്തിൻ്റെ മോഹങ്ങളും ഇമ്പങ്ങളും നടപ്പാക്കുന്ന സ്ഥലമായി, ഏത് മ്ലേച്ഛതയും അരങ്ങേറുന്ന ഇടമായി, വിശ്വാസത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ട് ആഡംബരത്തിൻ്റെ പ്രകടനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്കു പകരം സംഭാവനകളുടെയും പിരിവുകളുടെയും ഇടമായി അധപ്പതിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവാലയത്തിൽ നിൽക്കുമ്പോൾ ഹൃദയം വിനയം കൊണ്ട്, താഴ്മ കൊണ്ട് നിറയേണ്ടതിന് പകരം അഹങ്കാരം കൊണ്ടും നിഗളം കൊണ്ടും നിറയുന്നു. അങ്ങനെയുള്ള പ്രകടനങ്ങൾ അവിടെ നടക്കുന്നു. യേശു ശാസിച്ചത് ഇങ്ങനെയുള്ള ദൈവാലയത്തിൽ വന്ന ആളുകളെയാണ്. ദൈവത്തിൻ്റെ ആലയമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിന് നവീകരണം ഉണ്ടാകേണ്ട സ്ഥലമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും കെട്ടിടങ്ങളുടെ ഭംഗി കൂട്ടുവാനും ആധുനിക സംവിധാനങ്ങൾ സ്ഥാപിക്കുവാനും തുടങ്ങുമ്പോൾ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആലയങ്ങൾ അധപ്പതിച്ചു പോവുകയാണ്. ഹൃദയം ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പകരം മനുഷ്യൻ്റെ ചിന്തകൾ ലൗകികതയിലേക്ക് വഴുതിപ്പോവുകയാണ്. ദൈവോന്മുഖമായി മനുഷ്യരെ തീർക്കേണ്ടതിന് പകരം ലോകത്തോട് അനുരൂപപ്പെടുത്തുന്ന കാഴ്ചകൾ അവിടെ അരങ്ങേറുകയാണ്. അതുകൊണ്ട് ആലയം നവീകരിക്കുന്നതൊക്കെ നല്ലതാണെങ്കിലും അതിനു മുമ്പ് അവിടെ വരുന്ന വിശ്വാസികളുടെ ഹൃദയങ്ങൾ നവീകരിക്കപ്പെടണം.
ദൈവം വിളിക്കുന്നത് ഹൃദയങ്ങൾ നവീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ഓരോ ഹൃദയങ്ങളും അങ്ങനെ ആകണം. അങ്ങനെ വരുമ്പോൾ ദൈവാലയം പ്രാർത്ഥനയുടെ ഭവനമാകും. അതുകൊണ്ട് ഈ വചനം തീർച്ചയായും നമ്മെ ആത്മപരിശോധനയിലേക്ക് നയിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. അവിടുന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നത് ശുദ്ധിയുള്ള ഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരവും അസൂയയും ദേഷ്യവും സ്വാർത്ഥതയും ലോകമോഹവും ഒക്കെ പ്രകടിപ്പിക്കുവാനുള്ള ഇടങ്ങളായിട്ട് ആലയങ്ങൾ മാറാൻ പാടില്ല. പുറമേയുള്ള ദൈവാലയ നവീകരണത്തിനല്ല ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്, ഹൃദയത്തിൻ്റെ നവീകരണത്തിനാണ്. നമ്മുടെ ഹൃദയം ഒരു ദൈവാലയമായി മാറണം. അവിടെ പ്രാർത്ഥനകൾ നടക്കണം. നാം പുറത്തുള്ള ദൈവാലയം പണിയുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ആലയം തകർന്നു കിടക്കുകയാണെങ്കിൽ ദൈവത്തിനതെങ്ങനെ പ്രസാദകരമാകും? അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കണം. എൻ്റെ ഹൃദയത്തെ നവീകരിക്കണം. ഞാൻ കൂടുന്ന ആലയത്തിൽ നിന്ന് എല്ലാ അശുദ്ധിയും നീങ്ങിപ്പോകണം. ലോകപരമായ കാര്യങ്ങൾ പുറത്തു പോകണം. അല്ലെങ്കിൽ യേശു ചാട്ടവാറെടുത്തതുപോലെ ദൈവത്തിൻ്റെ കോപം അങ്ങനെയുള്ള ആലയങ്ങളിലുണ്ടാകും. നാം ആരാധിക്കുന്ന ആലയങ്ങൾ എത്ര മോടിയുള്ളതാണെങ്കിലും ആഡംബരങ്ങളുള്ളതാണെങ്കിലും അവിടെ കർത്താവിന് ഹിതമല്ലാത്തതൊന്നും നടന്നുകൂടാ. അതൊരു ക്ലബ്ബാക്കാൻ പാടില്ല, അതൊരു ഹോട്ടലാക്കാൻ പാടില്ല, അത് മറ്റുള്ള കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഒരിടമാക്കരുത്. അത് വചനവിരുദ്ധമായ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ജാഗ്രതയുള്ളവരാകാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം. അനുഗ്രഹത്തോടെ ഞങ്ങളെ നടത്തണം. ദൈവവചന പ്രകാരം ജീവിപ്പാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ ആമേൻ.